ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനത്തിൽ മാപ്പ് പറയില്ലെന്ന് CPIM നേതാവ് AK ബാലൻ. ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിലുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. തന്നെയും മുഖ്യമന്ത്രിയെയും എല്ലാം ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമം. ഭരണഘടനയും മതനിരപേക്ഷതയും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. ഖുർആൻ മലയാള പരിഭാഷ കയ്യിൽ പിടിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ വിശദീകരണം നടത്താൻ AK ബാലൻ എത്തിയത്. പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞതെല്ലാം ആവർത്തിക്കുന്നുവെന്ന് പ്രഖ്യാപനം. മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി. ജമാഅത്തെ ഭരിക്കുമെന്നോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ്. തന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ നിന്നോ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകളിൽ നിന്നോ വിമർശനമില്ല. പാർട്ടിക്ക് എതിർപ്പില്ല. ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ട മാപ്പ് ജീവിതാവസാനം വരെ പറയില്ലെന്നും AK ബാലൻ. 1 കോടി രൂപ കോമ്പൻസേഷനാണ്. നിരുപാധിക മാപ്പും അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. അതിനിടെ ബാലനെ അനുകൂലിച്ച മന്ത്രിമാരായ KN ബാലഗോപാലും MB രാജേഷും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും രംഗത്തെത്തി. ബാലന്റെ പ്രസ്ഥാനം വന്നതുകൊണ്ടോ പ്രസ്ഥാനം വരാതുകൊണ്ടൊന്നുമല്ല, വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. എന്നാൽ AK ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രിയെ വിമർശിച്ച് KC വേണുഗോപാൽ രംഗത്തെത്തി. അദ്ദേഹം പറയുന്ന ഭാഷ എന്നിട്ട് വീണ്ടും സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വർഗീയത തന്റെ വാക്കുകളിലൂടെ പറയാൻ തയ്യാറാവുന്ന കാഴ്ചയാണ്. റിപ്പോർട്ടർ, പാലക്കാട്.